गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्मं तस्मै श्री गुरवे नमः. എല്ലാ സാധകർക്കും അഭിവന്ദ്യ അവധൂത് ഗുരുജിക്കും ദാസൻ്റെ ആത്മപ്രണാമം. അല്ലക്കടലിലെ ഓളം പോലെ ആ മഹാകവിയിൽ നിന്നും കവിതകൾ ധ്യാനാവസ്ഥയിൽ പ്രവഹിക്കുമ്പോൾ അതിനെ നമ്മുടേതായ തലത്തിൽ നിന്ന് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ആശ്രമത്തിൽ കബീർദാസ് ജിയുടെ ഏറ്റവും ചെറിയ കവിത, എന്നാൽ അതികഠിനമായ സാരാംശത്തോടു കൂടിയ കവിത, ആ ദോഹയാണ് നമ്മൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പറയുവാൻ ശ്രമിക്കുന്നത്. യാ ഘട്ട് ഭീതർ. ഭവസാഗരത്തിൽ അലയുന്ന ജീവിത നൗകകളാണ് ജീവാംശങ്ങളെല്ലാം. അതിവിശാലമായ ശാന്തതയും അതിഘോരമായ പ്രക്ഷുബ്ധതയുമുള്ള ഈ ഭവസാഗരത്തിൽ പ്രക്ഷുബ്ധതയ്ക്ക് കാരണക്കാരനായ വന്യമാരുതനെയും ശാന്തതയ്ക്ക് കാരണമായ മന്ദമാരുതനെയും സൃഷ്ടിക്കുന്നത് ഓരോ ജീവാംശത്തിൻ്റെയും തൻ്റെ ജീവിതത്തോടുള്ള വീക്ഷണമാണ്. ആ വീക്ഷണം കൃത്യമായി ഈ ജന്മത്തിൽ നമുക്കുണ്ടാകണമെങ്കിൽ ആ വീക്ഷണത്തെ തൻ്റെ അനുഭവങ്ങളിലൂടെ, തിരിച്ചറിയലുകളിലൂടെ സാക്ഷാത്കരിച്ച് അതിനെ മഹത്തരമാക്കിയ ഒരു വലിയ തിരിച്ചറിവിൻ്റെ ആവശ്യമുണ്ട്. ആ തിരിച്ചറിവിനെ സാക്ഷാത്കരിക്കുമ്പോഴാണ് ശരിക്കും ഈ ജീവിത നൗക അതിൻ്റെ സത്യമായ പ്രയാണം ആരംഭിക്കുന്നത്. അങ്ങനെ ആ നൗകയിൽ ഈ ഭവസാഗരത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി ഈ സാഗരമേ ഇല്ല എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ച മഹത് കവിയാണ്, ഭക്തകവിയാണ് കബീർദാസ്. യാ ഘട്ട് ഭീതർ ബാഗ് ബഗീജെ. ഈ ജീവിത നൗകയിൽ പൂന്തോട്ടങ്ങളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, ചാലുകളുണ്ട്. യാ ഹി മേം സിരജൻഹാര. ഈ പൂന്തോട്ടങ്ങളുടെയും ചാലുകളുടെയും വൈദഗ്ധ്യപൂർണമായ സൃഷ്ടി നടത്തിയ സൃഷ്ടാവും ഇതിൽ തന്നെയുണ്ട്. ഡൂണ്ടേരെ ഡൂണ്ടേ അന്തിയാരെ. എന്നിട്ടും നിങ്ങൾ ഈ അന്ധകാരത്തിൽ അതിനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. യാ ഘട്ട് ഭീതർ ഹീര മോത്തി. ഇതിൽ അമൂല്യങ്ങളായ വജ്രങ്ങളുണ്ട്, വിലമതിക്കാനാവാത്ത പവിഴങ്ങളുണ്ട്. യാഹീം മേം പരിഖൻഹാര. ഈ അമൂല്യങ്ങളുടെ മൂല്യത അറിയുന്ന അമൂല്യനായ
അമൂല്യനായ സൃഷ്ടാവും ഇതിൽ തന്നെയുണ്ട്. എന്നിട്ടും ഡൂണ്ടേരെ ഡൂണ്ടേ അന്തിയാരെ, നിങ്ങൾ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഭവസാഗരത്തിലെ അന്ധകാരത്തിൽ. യാ ഘട്ട് ഭീതർ അനാഹത് ബാജാരെ, ഇതിൽ അനാഹത ശബ്ദത്തിൻ്റെ അനന്തമായ പ്രതിധ്വനിയുണ്ട്. യാഹേ മേം ഉഠിന് ഭവാര, ആത്മനിർവൃതിദായകമായ ജീവിത ജലധാരയുടെ സുഖശീതളമായ പ്രവാഹവും ഇതിൽ തന്നെയുണ്ട്. താഘട്ട് ഭീതർ സാത് സമന്ദർ, സപ്തസാഗരങ്ങളെയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. യാഹി മേം നൗ ലാഖ് താര ലാഖ് താര, ലക്ഷങ്ങളോളം മിന്നുന്ന നക്ഷത്രങ്ങളും ഇതിൽ തന്നെയുണ്ട്. എന്നിട്ടും ഡൂണ്ടേരെ ഡൂണ്ടേരെ അന്തിയാരെ, എന്നിട്ടും നിങ്ങൾ തിരയുകയാണ് ഈ പുറത്തെ വൃഥാന്ധകാരത്തിൽ. അതുകൊണ്ട് കഹേ കബീര സുനോ ഭായി സാധു, എൻ്റെ പ്രിയപ്പെട്ട സാധകരെ, നിങ്ങൾ കേൾക്കുക, ഞാൻ എന്താണ് നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്ന്. യാ ഘട്ട് ഭീതർ ബാഗ് ബഗീച്ചെ, ഇത് ജീവിത നൗകയാണ്. ഈ ജീവിത നൗകയിൽ പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തെ നിലനിർത്തുന്ന ചാലുകളുണ്ട്. സുന്ദരമായ ആ പൂന്തോട്ടത്തെ കാണാൻ ശ്രമിക്കാതെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ സുഖതയെ ഹൃദയം തൊട്ട് അനുഭവിക്കാതെ ദുഃഖത്തെ മാത്രം പഴിക്കുന്ന ഒരു ജനത. പൂന്തോട്ടമുണ്ട്, പൂന്തോട്ടത്തിൽ പുഷ്പങ്ങളുണ്ട്, നറുമണം പരത്തുന്നവയുണ്ട്, ഫലം തരുന്നതുണ്ട്, അതിൻ്റെ ശരീരം തന്നെ നമുക്കായി സമർപ്പിക്കുവാൻ തയ്യാറായവരുണ്ട്. എന്നിട്ടും അതിനെ ഒന്നും കാണാതെ നാം എന്താണോ നമുക്ക് കിട്ടാത്തത്, നമുക്ക് കിട്ടിയതിനെ ഒന്നും ഉൾക്കൊള്ളാതെ, നമുക്ക് കിട്ടിയതിലൊന്നും സംതൃപ്തരാവാതെ ഭയാശങ്കകളോടെ ഇനിയും കിട്ടേണ്ടതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് ഏത് നൗകയിലാണോ നമ്മൾ ഇരുന്നത് അതിനെ പ്രക്ഷുബ്ധമാക്കി സ്വയം ഇല്ലാതാകുന്നതാണ് ഇന്നത്തെ ഈ യാത്ര എന്ന് കബീർദാസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യാഹി മേം സിരജൻഹാര, ഈ പൂന്തോട്ടങ്ങളുടെയും ഇത്രയും വൈവിധ്യമാർന്ന ഈ പൂന്തോട്ടങ്ങൾ നമുക്ക് സമ്മാനിച്ച, ഈ പൂന്തോട്ടങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ജലാംശം നൽകി ആ ജലാംശത്തെ ചാലിലൂടെ യഥേഷ്ടം ഒഴുക്കി ഈ പൂന്തോട്ടത്തെ ഉദ്യാനത്തെ ഫലഭൂഷ്ടമാക്കിയ, നറുമണം പരത്തിയ ഏതോ ഒരു സ്രോതസ്സുണ്ടെന്നും ആ സ്രോതസ്സിൻ്റെ കനിവാണിതെല്ലാം എന്നും തിരിച്ചറിയാതെ അന്ധതയും ബധിരതയും വികലാംഗത്വവും എല്ലാം വിഭ്രമങ്ങളുമെല്ലാം ഈ ലോകത്ത് നിലനിൽക്കുമ്പോഴും ഇതൊന്നും നൽകാതെ നമ്മളെ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ച ആ സോഴ്സിനെ, ആ പ്രഭവ ബിന്ദുവിനെ നമ്മൾ തിരയാതെ നമ്മൾ അന്ധകാരത്തിൽ തിരയുകയാണ്. ചുറ്റിനും സന്ധ്യാവേളയിൽ പരക്കുന്ന അന്ധകാരമല്ല ആ അന്ധകാരം. കാരണം ആ അന്ധകാരത്തിന് ഒരു 12 മണിക്കൂറുടെ കഴിഞ്ഞാൽ ഒരു തെളിച്ചമുണ്ടാകും.
നാം പോകുന്ന ഈ അന്ധകാരം, അറിയേണ്ടവനെ അറിയണം എന്ന അറിവ്, ആ ജ്ഞാനം ഇല്ലാതെയുള്ള തിരച്ചിലാണ് ഈ അന്ധകാരം. എന്തിനെയാണോ അറിയേണ്ടത് അതിനെ അറിഞ്ഞവനെ, അറിഞ്ഞനുഭവിച്ചവനെ അറിയേണ്ടതാണ് ശരിക്കുള്ള ജ്ഞാനം എന്നറിയാതെ ആ അന്ധകാരത്തിൽ നമ്മൾ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യഥേഷ്ടം സുഖങ്ങൾ നമുക്ക് തരുമ്പോഴും ആ സുഖങ്ങളിലൊന്നും തൃപ്തരാകാതെ ഈ ലോകത്ത് നമ്മളിലേക്കാൾ എത്രയോ താഴെ മുൻജന്മകൃതമെന്നോ കർമ്മ പ്രാരാബ്ധങ്ങളെന്നോ ഒക്കെ പറഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ജീവാംശമുള്ളപ്പോൾ നമുക്ക് നല്ല രണ്ട് കണ്ണുകളും ഗന്ധങ്ങളെ നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നാസികയും അതിലേറെ രുചിയെ രുചിഭേദത്തോടുകൂടി തിരിച്ചറിയുന്ന ഒരു നാക്കുമൊക്കെ നമുക്ക് തന്നിട്ടും ഇതൊന്നും പോരാ, ഇതൊന്നുമല്ല ഞാൻ തിരയുന്നത്, ഞാൻ മറ്റെന്തിനെയാണോ തിരയേണ്ടത് എന്ന അജ്ഞതയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതാണ് പറഞ്ഞത്, മനോഹരമായ പൂന്തോട്ടവും അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ചാലുകളും ആ ചാലുകളിലെത്തുന്ന ജീവാംശവുമെല്ലാം നമുക്കൊരുപോലെ തന്നപ്പോഴും അതിനെ ഒന്നും ആലോചിക്കാതെ എന്താണോ നമുക്ക് കിട്ടാനുള്ളത് എന്ന വൃഥാ ചിന്തയിൽ ജീവിതം ഒഴിഞ്ഞു വയ്ക്കരുത്. കാരണം ആ സൃഷ്ടാവ് കൂടി ഇത്ര വൈദഗ്ധ്യപൂർണമായി ഈ പൂന്തോട്ടമൊരുക്കുന്ന, ഈ ജീവിതമാകുന്ന ധന്യമാകുന്ന പൂന്തോട്ടമൊരുക്കുന്ന ആ സൃഷ്ടാവ് കൂടിയുണ്ട് ഇതിൽ എന്ന മഹത്തായ അറിവിലേക്ക് നാം പിച്ചവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിച്ചവെക്കണമെങ്കിൽ അതിനെ അറിഞ്ഞനുഭവിച്ച, അത് അതേപോലെ നമ്മുടെ ഗുരു പറയുന്നത് പോലെ എന്താണോ നമുക്ക് ലഭിച്ചത് അതിനെ അതേപോലെ ഒട്ടും സ്വാർത്ഥമോഹത്തോടെ തടസ്സപ്പെടുത്തി നിർത്താതെ ബാക്കിയുള്ളവരിലേക്ക് സ്വാർത്ഥയില്ലാതെ പകർന്നു തരുന്ന ആ അറിഞ്ഞവനെ അറിയേണ്ടതാണ് യഥാർത്ഥ തിരിച്ചറിവ് എന്നറിയാൻ കഴിയാത്തവരാണ്, ആ അന്ധതയിലാണ് ഇന്ന് ഈ സമൂഹം പോകുന്നത് എന്നാണ് നമ്മളെ കബീർദാസി ഓർമ്മിപ്പിക്കുന്നത്. അതുമാത്രമല്ല, യാ ഘട്ട് ഭീതർ ഹീരാ മോത്തി, അമൂല്യങ്ങളായ വജ്രങ്ങളുണ്ട്, വിലമതിക്കാനാവാത്ത പവിഴങ്ങളും തന്നിട്ടുണ്ട്. മാത്രമല്ല അതിലുപരി ഈ അമൂല്യങ്ങളായ വജ്രങ്ങളുടെയും അമൂല്യങ്ങളായ പവിഴങ്ങളുടെയും മൂല്യങ്ങളെ കൃത്യമായി അറിഞ്ഞ് സൃഷ്ടിച്ചവനും ഈ നൗകയിലുണ്ട്. ജീവിക്കാൻ ശ്രമിക്കുന്നവന് ജീവിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. സത്യത്തെ അറിയേണ്ടവന് സത്യത്തെ അറിഞ്ഞവരുണ്ട് ഈ ലോകത്തിൽ. സത്യത്തെ അറിഞ്ഞവരുള്ള ഈ ലോകത്തിൽ ഇതല്ല സത്യം എന്ന് പറഞ്ഞ് മറ്റൊരു സത്യത്തെ, ഒരേ ഒരു സത്യമേ ഉള്ളൂ എങ്കിലും ആ സത്യത്തെ മാറ്റി നിർത്തി മറ്റൊരു സത്യത്തെ തേടാനിറങ്ങുമ്പോഴാണ് നമ്മൾ ഈ അന്ധകാരത്തിൽ പതിക്കുന്നത്. നമുക്ക് വേദങ്ങൾ തന്നിട്ടുണ്ട്, വേദാന്തങ്ങൾ തന്നിട്ടുണ്ട്, പുരാണങ്ങൾ തന്നിട്ടുണ്ട്, ഇതിഹാസങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ഇതിഹാസങ്ങളും മഹാഭാരതമായാലും ഭാഗവതമായാലും രാമായണമായാലും എല്ലാം നമ്മളോട് പറയുന്നു, ഉപേക്ഷിക്കേണ്ടതിനെ നീ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്, അതിനെ ഉപേക്ഷിക്കണം. ഈശ്വരൻ്റെ പേര് പറഞ്ഞ് നീ കർമ്മം ചെയ്യാതെ ഇരിക്കരുത്, കർമ്മം ചെയ്യണം.
കർമ്മമാണ് സത്യം, നിഷ്കളങ്കമായ കർമ്മമാണ് ശരിയായ ഭഗവത് സാന്നിധ്യമെന്ന് നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിച്ചാലും അതിലെല്ലാം മനസ്സിനെ കലർത്തി നാം ഇല്ലാത്ത സത്യത്തെ തേടുകയാണ് മനസ്സെന്ന മറയിലൂടെ. അതുണ്ടാവരുത്. ഈ അനഘങ്ങളായ വജ്രങ്ങളും പവിഴങ്ങളും എല്ലാം ഇവിടെയുള്ളപ്പോൾ ഇതിൽ നിന്ന് നാം തപ്പിയെടുത്തുകൊണ്ട് വരേണ്ടത്, തിരഞ്ഞെടുത്തുകൊണ്ട് വരേണ്ടത് അതുതന്നെയാണ്. കാരണം അതിനെ സൃഷ്ടിച്ചവനും ഇവിടെ തന്നെയുണ്ട്. ആ സൃഷ്ടിച്ചവനെ തിരയാൻ നാം തയ്യാറായാൽ മാത്രമേ ഈ വജ്രത്തിൻ്റെയും പവിഴത്തിൻ്റെയും എല്ലാം മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. അതുകൊണ്ട് എന്നിട്ടും നീ ഈ അന്ധകാരത്തിൽ, വൃഥാന്ധകാരത്തിൽ നീ തിരഞ്ഞ് നിന്റെ ആയുസ് ഒടുക്കരുത്. യാ ഘട്ട് ഭീതർ അനാഹത് ബജാരെ യാ ഹീമേം ഉഡിൻ ഭവാര. അനാഹത ശബ്ദത്തിൻ്റെ അനന്തമായ പ്രതിധ്വനികളുണ്ട് കേൾക്കുന്നവർക്ക്. ഇല്ലാത്തവർക്ക്, കേൾക്കാൻ കഴിയാത്തവർ അത് അസത്യമാണെന്ന് പറയും. കാഴ്ചയെ നിഷേധിക്കുന്നവൻ അന്ധനാണെങ്കിലും അവൻ പറയും കേൾവിയാണ് ശരിയെന്ന്. കാരണം തനിക്ക് കാഴ്ചയില്ല എന്നതിനെ അംഗീകരിക്കുവാൻ ആ സ്വാർത്ഥത അനുവദിക്കാതെ വരുമ്പോഴാണ് അവൻ കേൾവിയെ ആശ്രയിക്കുന്നത്. ശരിക്കും തനിക്ക് അങ്ങനെ ഒന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, ആ ബോധ്യപ്പെടലിനെ അംഗീകരിച്ചാൽ നമുക്കൊരു ഹെലൻ കെല്ലറാകാൻ പറ്റും. സത്യത്തെ അങ്ങനെയാണ് തിരയുന്നത്. കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മൂക്കുകൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അല്ല. അന്ധയായ ഹെലൻ കെല്ലർ വനത്തിൽ പോകും. അവിടെയുള്ള എല്ലാ സസ്യങ്ങളെയും എല്ലാ വൃക്ഷങ്ങളെയും അവർ തൊട്ടും അനുഭവിച്ചും അറിയും. നമ്മൾ വർഷങ്ങളായി ഈ പടി കടന്നു വരുന്നു. നമ്മളോട് ചോദിക്കുന്നു എത്ര പടികളുണ്ട്? നമ്മുടെ മഠത്തിലേക്ക് കയറി വരുവാൻ, ഗുരുമഠത്തിലേക്ക് കയറി വരുവാൻ ഇവിടെ എത്ര പടികളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അല്പം പ്രയാസപ്പെടും. കാരണം പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രവൃത്തിയിൽ ശ്രദ്ധയില്ലാതെയാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. എന്താണോ നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കർമ്മകാണ്ഡം എന്താണോ അതിനെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ, ശ്രദ്ധാപൂർവം ആ കർമ്മങ്ങളിലേക്ക് നമ്മൾ നടന്നെടുത്താൽ, നമ്മൾ ശ്രദ്ധയോടെ ആ പ്രവൃത്തി ചെയ്തവന്റെ പാദങ്ങളിലായിരിക്കും എത്തിച്ചേരുക. ഇല്ലെങ്കിൽ പടി കയറി നമ്മൾ ആയുസ് കൊടുക്കും. ഇത്രയും മൂല്യങ്ങളായ അമൂല്യങ്ങളായ എല്ലാം നമുക്ക് തരുന്നവനുണ്ട് ഇവിടെ. അവനെ അറിഞ്ഞവനുണ്ട്. അവരെ അറിയാതെ ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ സമയം പഴിചാരിയാൽ ആ അജ്ഞതയിലൂടെയാകും അടുത്ത ജന്മവും നമുക്ക് കിട്ടുക എന്ന തിരിച്ചറിവ്. അനാഹത ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അതുപോലും ഇവിടെയുണ്ട്. അനാഹത ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഇവിടെയുണ്ട്. എല്ലാ ചരാചരങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന ഊർജം ഒന്നാണ്, അതിന് മാറ്റമില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടനോ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന കാതുകൾ, എല്ലാ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഊർജം ഒന്നാണ്. ആ ഊർജം ഒരു ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് അത് സൃഷ്ടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാകും.
അങ്ങനെയാകാതെ എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ വളരെ ശ്രദ്ധാപൂർവം സമീപിച്ച് നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണമായ ഫലത്തിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്, പ്രത്യേകിച്ചും സാധകർ. തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ് ഗുരു. ഇല്ലെങ്കിൽ സാധകർക്ക് തിരഞ്ഞു പിടിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവാകും. ചെയ്തിട്ടുണ്ടാകില്ല, നമുക്കറിയാം. മണിക്കൂറുകളോളം ഓരോരുത്തരും സംശയങ്ങൾ ചോദിക്കും, വഴക്ക് പറയും, കരയും, ക്ഷോഭിക്കും, എല്ലാം ചെയ്യും. എപ്പോഴെങ്കിലും ഗുരുവെ സുഖമാണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഇതിനിടയ്ക്ക് മറന്നുപോകും. അത്ര നിസ്വാർത്ഥമായി ഈ കലഹപൂർണമായ ജീവിതത്തിൽ ഓരോ ജീവാംശത്തെയും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പാടുപെടുന്ന, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഈ ഭൂലോകത്ത് സാക്ഷാൽ കോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺകോൺഷ്യസ് എന്ന് നമ്മൾ വിവരിക്കുന്ന ബോധമോ അബോധമോ ആയ ഏത് തലത്തിലുള്ള ബോധമായാലും ആ ബോധത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഇവിടെ ആ ബോധം തന്നെയാണ് സത്യം എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നവരെ ഭ്രാന്തനാക്കി മുദ്ര കുത്തുന്നതാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ ഉണ്ടാകാതെ നമ്മുടെ മുമ്പിലെത്തുന്ന അനാഹത ശബ്ദത്തെ നാം തിരിച്ചറിയണമെങ്കിൽ ഗുരുവിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്തുകൊണ്ട് ആ അനാഹത ശബ്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേർന്നാൽ ആ ശബ്ദം നമ്മുടെ കേൾവിക്കപ്പുറത്ത് നിന്നും ഇതിലൂടെയല്ല, കേൾക്കേണ്ടതിലൂടെ നമുക്ക് നമ്മളിലേക്ക് പ്രവഹിക്കും. ആ ശബ്ദവും ഇവിടെ സുഭിക്ഷമായി നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് കബീർദാസ് നമ്മളോട് പറയുന്നത്. മാത്രമല്ല, അങ്ങനെയുള്ള അനാഹത ശബ്ദത്തിൻ്റെ മാറ്റൊലി ഈ ലോകത്ത് മുഴുവൻ മുഴക്കാൻ കഴിയുന്ന ആ അനാഹത ശബ്ദത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ട ആ പ്രവാഹം തന്നെയുണ്ട് ഈ ഭൂമിയിൽ. ഈ ഭൂമിയിലുണ്ട് ആ പ്രവാഹം. അതിനെയും നമ്മൾ തിരിച്ചറിയണം. ഈ ഭൂമിയിലെ ഒരു പൂന്തോട്ടത്തിൻ്റെ അന്തസത്തെ, അതിലെന്തൊക്കെയുണ്ട്? നമ്മളോട് ഗുരു പറഞ്ഞതുപോലെ ഒരു പൂന്തോട്ടത്തിൽ, ഒരു ഉദ്യാനത്തിൽ ഒരു പൂവിനെ കണ്ടാൽ ആ പൂവിൻ്റെ മണത്തിനപ്പുറം, ആ പൂവിൻ്റെ നിറത്തിനപ്പുറം എന്താണ് ഈ നിറത്തിന് ആസ്പദമായിട്ടുള്ളത്, എന്താണ് ഈ മണത്തിന് ആസ്പദമായിട്ടുള്ളത് എന്ന സൂക്ഷ്മമായ ചിന്താഗതിയിലേക്ക് പോയി ആ നറുമണം ഈ ലോകത്ത് മുഴുവനുമുണ്ട്, ഓരോ ചരാചരങ്ങളിലുമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആ വസുദൈവക കുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ഓരോ സാധകനും ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ള ആത്മനിർവൃതിദായകമായ ആ പ്രവാഹത്തിൽ ഒരു കണികയായിട്ടെങ്കിലും നമ്മൾ മാറണം. സാഘട്ട് ഭീതർ സത് സമന്തർ, സപ്തസാഗരങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പൂന്തോട്ടത്തിൽ നിന്നും ഖനനം ചെയ്ത് താഴെ ചെന്ന് വജ്രങ്ങളും പവിഴങ്ങളും കണ്ടെത്തി പോകുന്നവൻ ഒരു കാര്യം മനസ്സിലാകും, സപ്തസാഗരങ്ങൾ ഇതിൽ തന്നെയാണ്, വേറെ എങ്ങും പോകേണ്ട. ഈ ഭൂമിയിൽ തന്നെയാണ് ഈ സപ്തസാഗരങ്ങളും നിലകൊള്ളുന്നത്. ഏറ്റവും ആഴം കൂടിയ സമുദ്രവും ഏറ്റവും ഉയരം കൂടിയ പർവ്വതവും നിലനിൽക്കുന്നത് ഇവിടെയാണ് എന്ന് മാത്രമല്ല, തിരഞ്ഞു ചെല്ലുന്നവന് മനസ്സിലാകും അഭൂതപൂർവമായ, എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന ഏതോ ഒരു ശക്തിയാണ് ഇതിനെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന്. ആ ശക്തിയെ തേടലാണ്
ശരിക്കും ഒരു സാധകൻ ചെയ്യേണ്ടത്. കുറെ കൂടി നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, സപ്തസാഗരങ്ങളല്ല, ദശലക്ഷക്കണക്കിന് മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട് ഈ ലോകത്തിൽ. പ്രശ്നം നമ്മുടെ യാത്രയുടേതാണ്. പ്രശ്നം നമ്മുടെ യാത്രയുടേതാണ്, നമ്മുടെ വീക്ഷണത്തിൻ്റെതാണ്. ബാലരാമപുരത്ത് താമസിക്കുന്ന ഒരാളോട് ബാലരാമപുരത്ത് നിന്നൊരാൾ ചോദിക്കുകയാണ്, എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹം മറുപടി പറയുന്നത് അപ്പുറത്താണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ചെന്ന് അതേ വ്യക്തിയോട് മറ്റൊരു വ്യക്തി ചോദിക്കുന്നു, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ബാലരാമപുരത്താണ് താമസിക്കുന്നത്. കാസർഗോഡ് ചെന്ന് നിന്ന് ആ വ്യക്തിയോട് ഒരാൾ ചോദിക്കുന്നു, എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഡൽഹിയിൽ ആ വ്യക്തി ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, എവിടെയാണ്? ഞാൻ കേരളത്തിലാണ്. ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇന്ത്യയിലാണ്. ഈ ഭൂമി വിട്ട് മറ്റൊരിടത്ത് നിന്നാൽ അപ്പോൾ ഈ ചോദ്യം ആവർത്തിച്ചാൽ അവൻ ഇതേ പറയാനുണ്ടാകൂ, ഞാൻ ഈ ഭൂമിയിലാണ്, എൻ്റെ വാസം ഭൂമിയിലാണ് എന്നവൻ മറുപടി പറയും. ഇനി ഭൂമിക്കും അപ്പുറം, ഈ സോളാർ സിസ്റ്റത്തിനും അപ്പുറം, സൗരയൂഥത്തിനും അപ്പുറം അവൻ യാത്ര തുടർന്നാൽ അവനോട് ചോദിച്ചാൽ പറയും, ദാ കാണുന്നില്ലേ സൗരയൂഥം, അവിടെയാണ് ഞാനെന്ന് മറുപടി പറയും. വ്യക്തി ഒന്നാണ്, അസ്തിത്വം ഒന്നാണ്, മറുപടി വ്യത്യസ്തമാണ്. അവൻ്റെ വീക്ഷണം, അവൻ്റെ വിശാലത മാറുന്നതനുസരിച്ച് അവൻ നൽകുന്ന ഉത്തരങ്ങളും അവൻ്റെ തേടലിൻ്റെ ഹൃദ്യമായ പരിണാമവും വ്യത്യസ്തമായിരിക്കും. ഒരേ കണ്ണുകൊണ്ടാണ് എല്ലാത്തിനെയും കാണുന്നതെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയുടെ വ്യത്യാസം ആ കാഴ്ചയെ കണ്ടറിഞ്ഞവന് സമർപ്പണം ചെയ്യുന്നതിലൂടെ വ്യത്യസ്തമാകും എന്ന് ചുരുക്കം. അങ്ങനെ താഖട്ട് ഭീതർ സാത് സമന്ദർ, സപ്തസാഗരങ്ങളെയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. യാഹി മേം 9 लाख താര, ലക്ഷക്കണക്കിന് താരങ്ങളും ഇതിനകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനെയെല്ലാം ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് തന്നിട്ടും ഡൂണ്ടേരേ ഡൂണ്ടേ, ഇപ്പോഴും നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അന്ധകാരത്തിൽ. ഇതിനെയാണ് തിരിച്ചറിയേണ്ടത് എന്ന തിരിച്ചറിവില്ലാത്ത അന്ധകാരത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉഴറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് സഹതാപമല്ല ഉള്ളത്. കബീർദാസ് ജി പറയുന്നു, എനിക്ക് സഹതാപമല്ല, എനിക്ക് നിങ്ങളോട് ദയയല്ല ഉള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഞാൻ കണ്ടറിഞ്ഞ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. കഹേ കബീര സുനോ ഭായി സാധു, കേൾക്കൂ, ഇനിയെങ്കിലും കേൾക്കൂ, ഇനിയെങ്കിലും കേൾക്കൂ. നിങ്ങളുടെ കാതുകൾ കൊണ്ടല്ല, കാതുകൾക്കപ്പുറമുള്ള അതിനും അതീതമായ എന്തോ നിങ്ങളിലുണ്ട്, അതുകൊണ്ട് കേൾക്കൂ. ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. യാഹി മേ ഗുരു ഹമാര, എൻ്റെ ഗുരുവും ഇതിൽ തന്നെയുണ്ട്. എൻ്റെ ഗുരുവും ഇതിൽ തന്നെയുണ്ട്. കണ്ടറിഞ്ഞവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന്. എന്നിട്ടും നിങ്ങൾ പവിഴങ്ങൾ തേടിയലഞ്ഞു, വജ്രങ്ങൾ തേടിയലഞ്ഞു, മറ്റു പലതും തേടിയലഞ്ഞു. ഇവിടെ നിന്നും ഭൂമി വിട്ടു, സൗരയൂഥങ്ങൾ വിട്ടു. പക്ഷേ നിങ്ങൾ തേടേണ്ടത് ഇവിടെയുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അതാണ് എൻ്റെ ഗുരു, അത് എന്നിൽ തന്നെ ഉണ്ട്. ഹേ സാധു, ബിർബി ആപ് ചൂൻ രേ, എവിടെ എവിടെ? വീണ്ടും അതാണ് ശരിയായ തിരിച്ചറിയൽ എന്നറിയാതെ വീണ്ടും
തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അന്ധകാരത്തിൽ ഈ തിരിച്ചറിവാണ് ശരിയായ അറിവ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ നാം ഇവിടെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ജീവിത നൗകയിലാണ് നാം പോകുന്നത്. എപ്പോഴും ആ നൗകയിൽ ചലനാത്മകമാണ് എപ്പോഴും. ആ നൗക ചലിക്കാതെ ഒരു നിമിഷം പോലും അതിന് കഴിയാൻ കഴിയില്ല. കാരണം അത് സ്ഥിതി ചെയ്യുന്നത് തന്നെ ചലനാത്മകമായ വിഷയങ്ങളുടെ ആസക്തിയേറിയ സമുദ്രത്തിലാണ്, ഭവസാഗരത്തിലാണ്. ചലനാത്മകമായ ആ ഭവസാഗരത്തിൽ ചലനാത്മകമായി ആ തോണി നീങ്ങുമ്പോൾ അറിഞ്ഞിരിക്കണം, ഒന്നും സ്ഥിരമല്ല. തന്നതും കൊണ്ടതും കൊടുത്തതും ഒന്നും സ്ഥിരമല്ല. സ്ഥിരമായതെന്താണോ അതിലേക്കാണ് ഈ യാത്ര. അതിനിടയ്ക്ക് നമ്മുടെ സ്വാർത്ഥത കൊണ്ട്, നമ്മുടെ ലക്ഷ്യം, തെറ്റായ ലക്ഷ്യം കൊണ്ട് നമ്മൾ ഇവിടെ പ്രക്ഷുബ്ധമായ മാരുതനെ ഉണ്ടാക്കരുത്, മന്ദമാരുതയെയും ഉണ്ടാക്കരുത്. കാരണം ആ വീക്ഷണം, ശരിയായി അറിഞ്ഞവന്റെ വീക്ഷണം നമ്മൾ ഏറ്റുവാങ്ങിയാൽ നമ്മൾ മാരുതനും അതീതമായ, അതിൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളിലും അപ്പുറത്തേക്കുള്ള ശരിയായ കർമ്മങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കും. അങ്ങനെ നടന്നെടുത്താൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകില്ല. ആ പരമമായ സത്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും. അതുകൊണ്ട് നമ്മളിൽ നിന്നും സ്വാർത്ഥത അകന്നു മാറണം. സ്വാർത്ഥത അകന്നു മാറി നിഷ്കളങ്കത നമ്മളിൽ നിറയുമ്പോൾ നമ്മളിലെ ഗുരു സത്യം അതുണരും. അതുണർന്നാൽ നമുക്ക് പിന്നെ മാറി നിൽക്കാൻ കഴിയില്ല. ഗുരു പറയുന്നത് പോലെ വീഴുമ്പോഴേ അറിയൂ വീഴ്ചയുടെ ആഘാതം. വീഴുമ്പോഴേ അറിയൂ വീഴ്ചയുടെ ആഘാതം. ഉയരത്തിൻ്റെ ഉയരം അപ്പോഴേ മനസ്സിലാകൂ. നാം എവിടെയാണ് നിന്നതെന്നും എവിടുന്നാണ് നാം നിപതിച്ചതെന്നും തിരിച്ചറിയുന്നത് ഒരു വലിയ വീഴ്ച ഉണ്ടാകും. സംശയിക്കേണ്ട. ആ വീഴ്ച പോലും നിഷ്കളങ്കതയോടെയാണെങ്കിൽ ആ വലിയ വീഴ്ചയിൽ നിന്നും നമ്മളെ താങ്ങി നിർത്തുവാൻ, ആ വീഴ്ചയുടെ ആഘാതം നേരത്തെ അളന്ന മഹാഗുരു നമ്മളോടൊപ്പം ഉണ്ടാകും. ആ കൈകൾ നമ്മളെ താങ്ങി നിർത്തും. ഒരേ ഒരു ഉടമ്പടിയേ ഉള്ളൂ. ഉള്ളതുപോലെ തുറന്നു പറയാൻ, സമർപ്പണം ചെയ്യാൻ നാം തയ്യാറാകണം. അല്ലാതെ എങ്ങനൊക്കെ ഇങ്ങനെ മുക്കൽ തൊടുന്നതിന് ഇങ്ങനെ തൊട്ടാലും അവസാനം കൈ വേദനിക്കുമെന്നുള്ളതല്ലാതെ മൂക്കിൽ കയ്യെത്തില്ല എന്ന മഹത്തായ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരമസാന്നിധ്യത്തോടൊപ്പം, സത്യത്തെ അറിഞ്ഞ സത്യത്തോടൊപ്പം നിലനിൽക്കുവാൻ ഈ ജന്മത്തിൽ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിൽ ഒരു നിമിഷം പോലും നാം വെറുതെ കളയാതെ ആ നിമിഷത്തിൻ്റെ അർത്ഥതയറിഞ്ഞ് നാം മുൻപോട്ട് പോകണം. അങ്ങനെ പോകാൻ നമുക്ക് നമ്മുടെ സമർപ്പണം കൊണ്ട്, നമ്മുടെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരു പരമ്പരകളുടെ കാരുണ്യം കൊണ്ട് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദാസ് വിരമിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.